നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം നമ്മുടെ രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്തനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നമുക്കിന്ന് മൈഥിലി ശരൺ ഗുപ്തനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളെക്കുറിച്ചും മനസ്സിലാക്കാം. മൈഥിലി ശരൺ ഗുപ്ത मैथिली शरण गुप्त जी का जन्म सन 1886 ईस्वी में झांसी जिले के चिरकाव नामक स्थान पर हुआ था. इनके पिता का नाम सेठ रामचरण गुप्त और माता का नाम काशीबाई थी. गुप्त जी का कृतित्व. जैसे ही पहले ही यह बताया जा चुका है कि गुप्त जी को बचपन से ही कविता लेखन में रुचि थी. संस्कृत के पद्यों से वे अधिक प्रभावित थे. प्रायः गुप्त जी के इसी गुण या अभिरुचि के कारण उनको महान कवि या राष्ट्र कवि का स्थान मिल पाया है. രാഷ്ട്രകവി എന്നും മഹാകവി എന്ന പേരിലൊക്കെ നമ്മുടെ ഗുപ്തജി, അതായത് മൈഥിലി ശരൺ ഗുപ്തജിയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. അതുപോലെ സംസ്കൃത പദ്യങ്ങളോടൊക്കെ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. गुप्त जी अपनी 15 वर्ष की आयु से ही कविता करने लगे थे. प्रारंभ में उनकी कविताएं कलकत्ते से निकलने वाले वैशोपकारक नामक पत्रिका में प्रकाशित होते थे. ആദ്യം അദ്ദേഹത്തിൻ്റെ കവിതകൾ കൽക്കത്തയിൽ നിന്നുള്ള വൈശോപകാരക് എന്നുള്ള പത്രികയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഉസ് സമയം ഉൻകാ പരിചയ് ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി സെ ഹുവ. ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായി. അതിനുശേഷം इसके बाद गुप्त जी के प्रतिभा का बहुमुखी विकास होने लगा. അതിനുശേഷം നമ്മുടെ മഹാവീർ പ്രസാദ് ദ്വിവേദിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന് ശേഷം, അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ മൈഥിലി ശരൺ ഗുപ്തിന് അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ ജീവിതത്തിൽ വളരെ വലിയൊരു നേട്ടം കൈവന്നു. മൈഥിലി ശരൺ ഗുപ്ത जी ने अपनी काव्य साधना द्विवेदी युग में आरंभ की. 1990 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തെയാണ് നാം ദ്വിവേദി യുഗ് എന്നറിയപ്പെടുന്നത്. गुप्त जी प्रारंभ में रसिकेंद्र उपनाम से व्रज भाषा में रचना करते थे. ആദ്യകാലങ്ങളിൽ അദ്ദേഹം വ്രജഭാഷയിലാണ് എഴുതി തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതി തുടങ്ങിയത്. അതുപോലെ തന്നെ രസികേന്ദ്ര എന്ന ഉപനാമത്തിലാണ് അദ്ദേഹം വ്രജഭാഷയിൽ കവിതകൾ എഴുതി തുടങ്ങി. ഏത് പേരിലായിരുന്നു? രസികേന്ദ്ര. ഇത് 2017 ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ രസികേന്ദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രസികേന്ദ്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്ത ആണ്. ഈ പേരിലാണ് അദ്ദേഹം വ്രജഭാഷയിൽ ആദ്യമായി തൻ്റെ രചനകൾ എഴുതി തുടങ്ങിയത്, തൻ്റെ കവിതകൾ എഴുതി തുടങ്ങിയത് രസികേന്ദ്ര എന്ന പേരിലാണ്. നമുക്കിനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രംഗ് മേം ഭംഗ്. ഇത് എഴുതിയിരിക്കുന്നത് 1909 നിങ്ങൾ മനസ്സിലാക്കുക. ദ്വിവേദി യുഗത്തിലാണ് അദ്ദേഹം തൻ്റെ രചനകൾ എഴുതാൻ തുടങ്ങിയത്, അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ഏത് യുഗത്തിലാണ്? ദ്വിവേദി യുഗത്തിലാണ്. ദ്വിവേദി യുഗം എന്നറിയപ്പെടുന്നത് ഇന്നു മുതലുള്ള സമയമാണ് 1990 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തിലാണ്. കാലഘട്ടത്തെയാണ് ദ്വിവേദി യുഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ആദ്യമായി 1909 ഏതാണ് എഴുതിയിരിക്കുന്നത്? രംഗുമേ ഭംഗാണ്. രംഗുമേ ഭംഗാണ്. ഇതൊരു ഖണ്ഡകാവ്യാണ്. എന്താണ്? യഹ് ഏക് ഖണ്ഡകാവ്യ ഹെ. इसी से गुप्त जी की मौलिक रचनाओं का प्रारंभ होता है. इसकी कथा ऐतिहासिक है. इस खंडकाव्य में मातृभूमि के प्रति अगाध प्रेम अभिव्यक्त हुआ है. അതുപോലെ രംഗമേ ഭംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൗലിക കൃതിയാണ്. രംഗമേ ഭംഗ് പ്രഥമ മൗലിക കൃതി. ഇത് എഴുതിയിരിക്കുന്നത് 1909 മൗലിക കൃതിയാണ്. ഇത്
കാവ്യമാണ്. ഇതിനകത്ത് മാതൃഭൂമിയെക്കുറിച്ച്, മാതൃഭൂമിയോടുള്ള അഗാധമായ പ്രണയത്തെയാണ് ഇതിനകത്ത് അഭിവ്യക്തി ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ജയദ്രഥവധ്. ജയദ്രഥവധ് 1910 എഴുതിയിരിക്കുന്നത്. यह खंडकाव्य महाभारत के प्रसिद्ध प्रसंग पर आधारित है. ജയദ്രഥവധ് എഴുതിയിരിക്കുന്നത് 1910 ഇതൊരു ഖണ്ഡകാവ്യമാണ്. इसमें कवि की सर्जनात्मक कल्पना का बहुत कम प्रयोग हुआ है. इसमें वृत्त वर्णन का ही प्राधान्य है. ജയദ്രഥവധ് 1910 എഴുതിയിരിക്കുന്നു. ഇതൊരു ഖണ്ഡകാവ്യമാണ്. ഇതിനകത്ത് മഹാഭാരതത്തിലെ ജയദ്രഥവധത്തെക്കുറിച്ചും അതുപോലെ അഭിമന്യു വധത്തെക്കുറിച്ചുമൊക്കെയാണ് ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത് ഭാരത് ഭാരതി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരത് ഭാരതി ഇതൊരു മുക്തക കാവ്യമാണ്. 1912 ഇത് എഴുതിയിരിക്കുന്നത്. ഭാരത് ഭാരതി 1912 എഴുതിയിരിക്കുന്നത്. ഇതൊരു മുക്തക काव्यമാണ്. यह मुक्तक काव्य है. इसमें कवि की राष्ट्रीय चेतना अभिव्यक्त हुई है. यह काव्य नवजागरण काल का है. നമ്മുടെ ഭാരത് ഭാരതി എന്ന് പറയുന്നത് ഒരു മുക്തക കാവ്യമാണ്. ഇത് പല പരീക്ഷകളിലും കേറ്ററ്റ് പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാരത് ഭാരതി ഇത് മുക്തക കാവ്യമാണ്. അതുപോലെ ഇത് നവജാഗരൺ കാലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. उस समय उर्दू साहित्य में नवजागरण लाने के लिए अल्ताफ हुसैन हाली ने बहुत प्रयास किया था. उनके मुसद्दस भारतीय साहित्य के नवजागरण काल के लिए अधिक उपयोगी थी. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മുസദ്ദസ് എന്ന് പറയുന്നത് ഉറുദു കവിയായ അൽതാഫ് ഹുസൈൻ ആണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് മുസദ്ദസ് എന്നത്. നമ്മുടെ ഗുപ്തജി ഇവിടെ ഈ ഭാരത് ഭാരതി എന്നുള്ള ഈ മുക്തക കാവ്യം എഴുതിയിരിക്കുന്നത് മൗലാന ഹാലിയുടെ ഈ മുസദ്ദസ് എന്നുള്ള ഈ കൃതിയെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിനെ ആസ്പദമാക്കിയാണ് ഗുപ്തജി ഭാരത് ഭാരതി എന്നുള്ള മുക്തക കാവ്യം എഴുതിയിരിക്കുന്നത്. അടുത്തത് പഞ്ചവടി. പഞ്ചവടി എഴുതിയിരിക്കുന്നത് 1925 യഹ് ഭി ഗുപ്തജി ദ്വാര രചിത് ഖണ്ഡകാവ്യ ഹെ. ഇതും ഖണ്ഡകാവ്യമാണ്. इसमें गुप्त जी की मानवतावादी विचारधारा का परिचय मिलता है. यह ചരിത്ര പ്രധാന ഖണ്ഡകാവ്യ ഹെ. പഞ്ചവടി എന്നത് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ്. അടുത്തത് സാകേത്. സാകേത് എഴുതിയിരിക്കുന്നത് 1932 साकेत में कवि की नई विचारधारा का परिचय मिलता है. इतिहास पुराण कथा रामायण को ही कवि ने नवीन रूप से प्रस्तुत करने का प्रयास किया है. अब तक रामायण कथा का प्रमुख केंद्र केवल राम और सीता ही थे, लेकिन गुप्त जी ने प्रप्रथम अब तक उपेक्षित नारियां ऊर्मिला और कैकेयी की चरित्रों को उभारने का प्रयास किया है. സാകേത് എന്നത് 1932 എഴുതിയ ഒരു മഹാകാവ്യമാണ്. ഇതിഹാസ പുരാണ കഥയായ രാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം സാകേത് എന്ന മഹാകാവ്യം എഴുതിയിരിക്കുന്നത്. രാമായണത്തിലെ പ്രധാന പാത്രങ്ങൾ എന്ന് പറയുന്നത്, കഥാപാത്രങ്ങൾ എന്നത് ശ്രീരാമനും സീതയുമാണ്. പക്ഷേ ഇവിടെ ഈ സാകേത് എന്ന മഹാകാവ്യത്തിൽ അദ്ദേഹം ലക്ഷ്മണനെയും അദ്ദേഹത്തിന്റെ പത്നിയുമാണ് നായകനും നായികയുമായി എടുത്തിരിക്കുന്നത്. അടുത്തത് യശോധര. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. യശോധര ഇത് എഴുതിയിരിക്കുന്നത് 1932 യശോധര എഴുതിയിരിക്കുന്നതെന്നാണ് 1932. ഇത് ചരിത്രപ്രധാന കാവ്യനാടകമാണ്. ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാവ്യനാടകം ഇത് ചോദിച്ചിട്ടുള്ളതാണ് യശോധര. इसमें भी गुप्त जी ने प्राचीनता को नवीनता देने का प्रयास किया है. യശോധര ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആരാണിത്? അതെ, ഗൗതം ബുദ്ധന്റെ പത്നിയാണ് അല്ലെ. നോക്കാം. इसमें गुप्त जी ने प्राचीनता को नवीनता देने का प्रयास किया है. साकेत रामायण कथा पर आधारित है तो यशोधरा बुद्ध काल पर. इसमें कवि ने गौतम बुद्ध की पत्नी
ഉപേക്ഷിത യശോധര को अपना കാവ്യ വിഷയ बनाया है. ഇവിടുത്തെ നായിക ആരാണ്? നമ്മുടെ ഗൗതം ബുദ്ധന്റെ പത്നിയായ യശോധരയാണ് ഇവിടുത്തെ നായിക. यह एक ചരിത്ര പ്രധാന കാവ്യ നാടക है. അടുത്തത് ദ്വാപർ. ദ്വാപർ എഴുതിയിരിക്കുന്നത് 1936 യഹ് ഗുപ്തജി കി വിശിഷ്ട രചന ഹെ. അദ്ദേഹത്തിന് ഒരു വിശിഷ്ടമായ രചനയാണ് ദ്വാപർ എന്ന് പറയുന്നത്. അത് 1936 എഴുതിയിരിക്കുന്നത്. ദ്വാപർ 1936 എഴുതിയിരിക്കുന്നത്. ദ്വാപർ की रचना एकालाप शैली में की गई है. അടുത്തത് സിദ്ധരാജ്. यह भी गुप्त जी द्वारा रचित ऐतिहासिक खंडकाव्य है. इसमें गुप्त जी ने गुजरात के राजा जयसिंह के जीवन को आधार बनाया है. यह एक चरित्र प्रधान रचना है. അടുത്തത് വിശ്വവേദന. ഇത് എഴുതിയിരിക്കുന്നത് 1943. यह युद्धकालीन रचना है. इसमें कवि ने युद्ध का विरोध किया है. अतः यह रचना युद्ध विरोधी सांस्कृतिक गीत काव्य है. ഇതിനെന്താ അറിയപ്പെടുന്നത്? അത് യുദ്ധവിരോധി സാംസ്കൃതിക് ഗീത് കാവ്യ എന്നാണ് വിശ്വവേദനയെ അറിയപ്പെടുന്നത്. इसमें कवि विश्व युद्ध की निंदा करते हुए മാനവതാവാദി ദൃഷ്ടികോൺ अपनाते हैं. ഇവയൊക്കെയാണ് നമ്മുടെ ഗുപ്തജിയുടെ വളരെ പ്രധാനപ്പെട്ട രചനകൾ. ഇതുകൂടാതെ കുറച്ച് രചനകൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കിസാൻ, ഹിന്ദു, ഗുരുകുൽ, നഹുഷ്, കുണാൽ ഗീത്, കാബ ഓർ കർബല, പ്രദക്ഷിണ, വിഷ്ണുപ്രിയ, പ്ലാസി യുദ്ധ ആദി. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. മൈഥിലി ശരൺ ഗുപ്തനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അദ്ദേഹം നമ്മുടെ രാഷ്ട്രകവിയാണ് എന്നുള്ളതും അതുപോലെ മഹാകവി എന്ന പേരുകൾ അറിയപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ ദ്വിവേദി യുഗത്തിലെ വളരെ പ്രശസ്തനായ കവിയാണ് നമ്മുടെ മൈഥിലി ശരൺ ഗുപ്ത. അതുപോലെ ഝാൻസിയിലെ ജിർഗാവിൽ 1886 അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൽക്കത്തയിലെ വൈശ്യോപകാരക് എന്ന പത്രികയിലാണ് അദ്ദേഹം തൻ്റെ കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രഥമ മൗലിക കൃതി എന്നറിയപ്പെടുന്നത് രംഗുമേ ഭംഗാണ്. ഇത് എഴുതിയിരിക്കുന്ന 1909. അതുപോലെ തന്നെ രസികേന്ദ്ര എന്ന ഉപനാമത്തിലാണ് അദ്ദേഹം വ്രജഭാഷയിൽ ആദ്യമായി തൻ്റെ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. സാകേത് എന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്, മഹാകാവ്യമാണ്. 1932 ഇത് എഴുതിയിരിക്കുന്നത്. മൈഥിലി ശരൺ ഗുപ്തന്റെ അമർ കൃതിയാണിത്. ഈ സാകേതിനെ ഭാരതീയ ജീവൻ കാ പ്രതിനിധി ഗ്രന്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഭാരത് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരത് എന്നത് മുക്തക കാവ്യമാണ്. പിന്നീട് യശോധര ഇത് കാവ്യ നാടകമാണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.